ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൂ ഡേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഷോൾഡർ വന്നിട്ട് 4½ ആം ഹോളും 4½ പിന്നെ ചെസ്റ്റിൻ്റെ അവിടുത്തെ വിടുത്ത് 7½ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബോഡിയുടെ ലെങ്ത്ത് 10½ ബേസിക് അറിയുന്നവർക്ക് ഇതൊക്കെ ഒന്ന് മാർക്കിക്കൊന്ന് അറിയിക്കാറും. അപ്പോൾ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് 7½ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വന്നിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടുന്ന് 3 നെക്കിൻ്റെ അവിടുന്ന് ഒരു 3½ എടുത്തിട്ട് കുറച്ചൊന്ന് നെക്കിൻ്റെ അവിടെ ഡൗൺ ടൈപ്പ് വരുന്ന ഒരു 1/2 ഇഞ്ച് വരുന്ന മാതിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാക്ക് ഒന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് ഞാൻ 2½ ലെങ്ത്ത് വന്നിട്ട് 2 എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് ബാക്കിൽ സിബ് വരുന്നതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബോഡിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 2 പീസ് ലൈനിങ് വേണം. പിന്നെ മെയിൻ നെറ്റ് വരുന്നത് നമുക്ക് 60 ഇഞ്ചിൽ ഞാൻ അതിൻ്റെ എത്രയാണോ വീതി വരുന്നത്, ഒരു 10 ആണെങ്കിൽ ഒരു 11 ഇഞ്ചിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഫ്രിൽസ് ഇടാൻ. പിന്നെ നമ്മൾ ആ വെട്ടി മാറ്റിയ മേലത്തെ പീസാണ് അത്. നെക്കിൻ്റെ ഭാഗത്ത് 3ഉം 3½ എടുത്തില്ലേ, അതിൻ്റെ വെട്ടി വെച്ച ഭാഗത്ത് നമ്മൾ 2½ 2ഉം വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് സെയിം അതേമാതിരി തന്നെ ഒരു നെക്കിൻ്റെ പീസ് ഒരു 1/2 ഇഞ്ച് താഴേക്ക് സ്റ്റിച്ച് വരുന്നത് സീം അലവൻസും കൂടി കൂട്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് വെച്ചാൽ ഞാനിവിടെ വന്നിട്ട് 10 മീറ്റർ നെറ്റും പിന്നെ ലൈനിങ് 4 മീറ്റർ കേട്ടോ. ഞാൻ 4 ഇയേഴ്സ് ബേബിക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര ബൾക്കായിട്ട് വേണമെങ്കിലും എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് തുണിയിലൊരു 5-6 മീറ്ററിൽ വേണമെങ്കിലും ചെയ്യാം, ഫ്ലഫി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ലെങ്ത്ത് വന്നിട്ട് ബോഡീൻ്റെ താഴേക്കുള്ള ലെങ്ത്ത് 23 കേട്ടോ. 23 4 മീറ്റർ തുണിയിൽ ഫോൾഡ് ചെയ്തിട്ട് ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നമുക്ക് കുറച്ച് വേണമെങ്കിൽ പ്ലീറ്റ്സ് കുറച്ച് ഇട്ടിട്ടും കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 60 വിടുത്ത് വരുന്ന നെറ്റാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ തുണി വേണ്ടി വന്നില്ല. അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒരു 3 മീറ്റർ തുണി വരുന്ന മാതിരി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിക്ക് ഒരു പീസും ഫ്രണ്ടിക്ക് ഒരു പീസും ആക്കിയിട്ടാട്ടോ ഞാൻ വെച്ചത്. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കുറച്ച് തുണിയിൽ വേണമെങ്കിലും കുറച്ച് ഫ്രിൽസ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ബോഡീൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഫ്രില്ലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ പിന്ന് വെച്ച് ഫുള്ള് സെറ്റാക്കിയതിൻ്റെ ശേഷം സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. താഴത്തെ ലൈനിങ് കൂടി ശരിയാക്കി കൊടുത്ത് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് പോവാൻ. മേലക്കും താഴേക്കും ആവാതെ കറക്റ്റായിട്ടൊന്ന് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് ബാലൻസ് വരുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇനി അതേമാതിരി മേലത്തെ ഫ്രിൽസ് അതേമാതിരി ഒന്ന് പിടിച്ച് വെച്ച് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആം ഹോളിൻ്റെ അവിടെ എങ്ങനെയാണ് ഷേപ്പ് വരുന്നത് അവിടെ അങ്ങനെ പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ
അപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആണ്. ഇതുവരെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടിരുന്നത്. പക്ഷേ ഇനിയും ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് അഡ്വാൻസ് ലെവലിലുള്ളവർക്കൊക്കെ മനസ്സിലാവും, പക്ഷേ ബിഗിനേഴ്സിന് കുറച്ച് ഈസി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബോഡിൻ്റെ ഫ്രണ്ട് പാർട്ട് റെഡിയായി. ബാക്കിയുള്ള പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് റെഡി ആയിട്ടോ നമ്മളെ ബോഡി പാർട്ടും. ഇനി മേലേക്ക് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ നെക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊന്ന് ജസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളവിടെ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെയിം ആയിട്ട് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതൊന്ന് അടിച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇപ്പുറം മറിച്ച് നോക്കിയാൽ നമ്മൾ സ്റ്റിച്ചൊന്നും കാണില്ല, വൃത്തിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ നെക്കിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ക്രോസ് പീസ് വെച്ചിട്ട് വേണം നമ്മൾ, ക്രോസ് പീസ് വെട്ടിയെടുത്തു, അതൊന്ന് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്രോസ് പീസ് വെച്ചിട്ട് ഞാൻ കുറച്ച് വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ക്രോസ് പീസ്. എത്രയാണോ വേണ്ടത് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ച് അടിച്ചു കൊടുക്കാം. ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നീറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ടത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ബാക്കത്തെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല, ഫുൾ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ സമയത്ത് തന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ സിബ് എൻ്റെ അടുത്ത് അപ്പം അവൈലബിൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സിബ് ലാസ്റ്റിലാട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഷോൾഡർ കൂട്ടുന്നതിന് മുന്നേ തന്നെ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ ആ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെറ്റും സെയിം ഭാഗത്ത് വെച്ചിട്ട് ലൈനിങ് പീസ് ഇപ്പുറത്തേക്ക് മറിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് വരുന്ന ഭാഗം നമുക്ക് പുറത്തേക്ക് കാണൂല കേട്ടോ, ഉള്ളിൽ ഹൈഡായിട്ട് കിടക്കും. എല്ലാവർക്കും അറിയുന്നത് ഇക്കാരം, എന്നാലൊന്നും ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആവും കേട്ടോ. ആ സിബും കൂടി അവിടെ അറ്റാച്ച് ആണെങ്കിൽ എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇനി സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 6.5 വിഡ്ത്തും ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര എടുക്കുക കേട്ടോ. ഞാനൊരു 9.5 എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോസും പിന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പിന്നെ മെഹന്തി വീഡിയോസൊക്കെ ഇൻഷാ അല്ലാ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ആ സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇപ്പോൾ 2 ഭാഗത്തും സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം ഫസ്റ്റ് നെറ്റ് ഫ്രിൽസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ലൂസായിട്ടൊരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ആ നൂല് വലിച്ചിട്ടൊന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രിൽസൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് എളുപ്പമായിട്ട് തോന്നുന്നു വെച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഓരോ രീതിക്കാരും, അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് അത് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു പോകുന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണുക കേട്ടോ. ഞാൻ പറ്റുന്ന അത്രയും സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രിൽസ് നമുക്ക് കുറച്ച് മുന്നത്തെ ഭാഗത്ത് കുറച്ച് ബാക്കി വരുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളയട്ടോ നമുക്ക്. അപ്പോൾ ഫ്രിൽസ് ഇട്ട് കഴിഞ്ഞു, ഏകദേശം ഇതേമാതിരിയായി. ഇനി നമുക്ക് ലൈനിങ് വെക്കുമ്പോൾ ബോഡി പാർട്ടിൻ്റെ ഭാഗത്ത് ലൈനിങ് വെച്ചാൽ നമുക്ക് ആ ഫ്രിൽസിൻ്റെ ഉള്ളിലത്തത് കാണൂല കേട്ടോ. നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്രിൽസ് ഇട്ട ആ വൃത്തിയുടായിട്ടുള്ള ഭാഗമൊന്നും നമുക്ക് കാണൂല. അപ്പോൾ ബോഡിൻ്റെ ഭാഗത്തു നിന്ന് ഫ്രിൽസ് ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് മറിഞ്ഞ് നിൽക്കുമ്പോൾ ആ ഫ്രിൽസ് കാണൂല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാലറിയാം ഞാൻ ബോഡിൻ്റെ പാർട്ടിലാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിൽസ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ആ ട്രാൻസ്പെറൻറ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 ഇഞ്ചിൽ വീതിയിൽ കുറച്ച് നീളത്തിൽ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രിൽസ് ഒന്ന് വലിച്ച് ശരിയാക്കിയിട്ട് എത്രയാണോ വീതി വേണ്ടത് വെച്ചാൽ ബോഡിൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് വെക്കാൻ എത്രയാണ് വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ലൂസ് ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലൂസായിട്ടിട്ട് നമുക്ക് വലിച്ചാലൊക്കെ നീങ്ങും. അപ്പോൾ അതേമാതിരി ആക്കിയിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ട്രാൻസ്പെറൻറ്റ് അതാ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ, അതേമാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് സെൻറ്ററിൽ സ്റ്റിച്ച് വരുന്ന നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ഉള്ളിടത്ത് തന്നെ വരുന്ന മാതിരി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഫൂട്ട് മാറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൂലിങ്ങനെ പോരുന്നുണ്ട് കേട്ടോ. ഫൂട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മാറ്റാൻ ഭയങ്കര മടിയാണ് എനിക്ക്. സിപ്പിൻ്റെ ഫൂട്ട് ഇട്ടാൽ അതുകൊണ്ട് തന്നെ കുറച്ച് പണി തീർത്തിട്ടേ പിന്നെ ഞാൻ ഫൂട്ട് മാറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രിൽസ് ഇടുമ്പോൾ 5 പീസ് എടുത്തിട്ടാട്ടോ ഞാൻ ഫ്രിൽസ് ഇട്ടത്, സെയിം പീസ്. അപ്പോൾ 5 ഒരേ വട്ടത്തിൽ നമുക്ക് വെക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിക്കാറ് കേട്ടോ കാണാൻ. കുറച്ച് പ്ലഫി ആയിട്ട് ഇങ്ങനെ തോന്നും. ഇപ്പോഴത്തെ ഫ്രോക്സിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ മോൾക്ക് വേറെയുള്ളൊരു കസ്റ്റമേഴ്സിനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ മോൾക്ക് ഇതുവരെ ഇങ്ങനത്തെ ഫ്രോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. വേറെ ടൈപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതേമാതിരി ചെയ്തില്ല. അപ്പോൾ ഒന്ന് ബ്ലൂഡേക്കും വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാട്ടോ. അതേമാതിരി ഹാൻഡ് വർക്കും ഞാൻ ഇതുവരെ ആർക്കും ചെയ്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ബീഡ്സ് പഞ്ചിങ് ഒക്കെ അല്ലാണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ കുറച്ച് ഹാൻഡ് വർക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കേട്ടോ. അപ്പം
ബോഡീൻ്റെ അവിടെ വെച്ചെടുത്തു. ഞാൻ സിബ് ഡിപ്പാട്ടോ സിബ് കിട്ടി വെച്ചത്. സെയിം കളർ കിട്ടിയിരുന്നില്ല. അപ്പോൾ സിബ് വെച്ച് സെയിം നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ അറ്റാച്ച് ചെയ്തത് നെറ്റിൻ്റെതും ലൈനിങ്ങും അതേമാതിരി അറ്റാച്ച് ചെയ്ത് ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് വേറെയും നെറ്റ് വേറെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിബിൻ്റെ ഒക്കെ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നെറ്റ് അടിച്ച് ഇപ്പോൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി അടിഭാഗത്ത് ആ ഫ്രിൽസ് വെക്കുന്ന കട്ടിങ് കേട്ടോ. ഒരു 4 ഇഞ്ചിൽ വേണമെങ്കിൽ 3 വരെ വെക്കട്ടോ. ഞാനൊരു 4 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. 4 ഇഞ്ചിൽ 5 പീസ് വെച്ചിട്ട് ഒന്ന് ഫ്രില്ലിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫൂട്ടിട്ടിട്ടും കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടിച്ചാൽ അതേമാതിരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ കഴിയുന്നതും 5 പീസും 4 പീസും ഒന്ന് ശരിക്കും പിടിച്ചിട്ട് കഴിയുന്നതും ഇട്ട് കൊടുക്കുക. എന്നാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. നമുക്ക് ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഫ്രിൽസിന് മാത്രം തന്നെ ഒരു 4-5 മീറ്റർ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെയും പോയി തുണി തേകയായിട്ട് പിന്നെയും പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഫ്രില്ല് ലാസ്റ്റിൽ. അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബോഡീൻ്റെ പാർട്ടിന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല ഇങ്ങനെ ഫ്രിൽസ് അതേമാതിരി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സും മലും കേട്ടോ. അടിഭാഗം ഇതേമാതിരിയായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മോളിട്ടത് ഷോർട്ട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.